നമസ്കാരം, ഹാപ്പി ട്രാവലിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് തോണിക്കടവാണ്. കഴിഞ്ഞ വീഡിയോ നമ്മൾ ഇവിടെ അടുത്തൊരു അടിപൊളി സ്പോട്ട് പോയിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ളൊരു സ്പോട്ടാണ് ഈ ഒരു തോണിക്കടവ് എന്ന് പറഞ്ഞെങ്കിൽ കഴിഞ്ഞ വീഡിയോ കാണാത്തൊരു കാണണം. നല്ല അടിപൊളി പച്ച പുൽമേടൊക്കെ ഉള്ളൊരു സ്പോട്ടാണ്, കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഒരു വൺ ഡേ കൊണ്ട് പോയി വരാൻ. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഈ ഒരു സ്പോട്ടാണ് തോണിക്കടവ് എന്ന് പറഞ്ഞെങ്കിൽ. അപ്പോൾ അവിടെ ടിക്കറ്റ് എടുത്തുള്ളവർക്ക് ഇവിടെ സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണ്ട, പാർക്കിംഗ് ചാർജ് മാത്രം എക്സ്ട്രാ കൊടുത്തു. അപ്പോൾ 20 റുപ്പീസ് 2 ബൈക്കിന്, വേറെ ചിലവൊന്നുമില്ല. അപ്പോൾ നേരെ ഇങ്ങോട്ട് വന്നു, ഇവിടെ കയറി. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് തോണിക്കടവിൻ്റെ വിശേഷങ്ങൾ കാണാം. ഇപ്പോൾ പിള്ളേരുടെ ഫ്രണ്ടിലൊക്കെ നടന്നു പോകുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ സ്ഥലമൊക്കെ, നല്ല വൃത്തിയുണ്ട്, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ. അവിടെ നമുക്കൊരു വാച്ച് ടവർ പോലെ എന്തൊരു പരിപാടിയൊക്കെ കാണാം. അത് വാച്ച് ടവർ എന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ മുകളിൽ ആൾക്കാരെ കാണാനുണ്ട്. അങ്ങോട്ടും പോയി നോക്കാം. സീരിയസ്ലി സ്പീക്കിംഗ്, ഈ ഒരു സ്ഥലം എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം ചുറ്റും ഈ ഒരു വാക്ക് വേ പോലൊരു സ്ഥലമുണ്ട്. ഇടയ്ക്കിത് നമുക്കിങ്ങനെ ഇരിക്കാനങ്ങനെ ഷെഡ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടേക്ക് ഗാർഡൻ സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ, സെറ്റ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. അവിടെ ഇച്ചിരി ചെടിയൊക്കെ ഇരിക്കുന്നതാണ്, സെറ്റ് ചെയ്യുമായിരിക്കും. മേളിലൊരു വാച്ച് ടവർ ഉണ്ട്, അതിൻ്റെ അടുത്തൊരു കഫേ ഉണ്ട്. പിന്നെ ഇവിടെ പിള്ളേർക്ക് കളിക്കാനുള്ളൊരു പ്ലേ ഏരിയ എന്നുണ്ടെങ്കിൽ 2 കുഞ്ഞു ഊഞ്ഞാലും പിന്നെ കിടന്ന് കറങ്ങുന്നൊരു സാധനം, ഇത്രേ ഉള്ളൂ. പിന്നെ ബേസിക് കമ്മ്യൂണിറ്റീസ് ലൈക്ക് ടോയ്ലറ്റൊക്കെ ഉണ്ട്. ഇത് മാത്രമേ ഉള്ളൂ ഇവിടെ, വേറൊരു അട്രാക്ഷൻ എന്ന് പറയാനൊന്നുമില്ല. സോ എനിക്കിഷ്ടപ്പെട്ടില്ല. മേ ബി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നേ ഉണ്ടാവുള്ളൂ ആയിരിക്കും, എനിക്ക് പേഴ്സണലി അറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ പറയാം, ഇതിപ്പോൾ റീസെൻ്റ്ലി ലോഞ്ച് ചെയ്ത് അങ്ങനത്തെ എന്തെങ്കിലും ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനാണോ എന്ന്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ അപ്പുറത്ത് കരയിലാൻ പറയില്ല, സോറി ഗസ്, മറവിയുണ്ട്. എന്തായാലും ആ സ്പോട്ടിൽ പോയില്ലേ, അവിടെ എന്തോരം ആൾക്കാരാണ് വരുന്നത്. അപ്പോൾ അവിടെ വരുന്നവർക്ക് ഇങ്ങോട്ടും വരില്ലേ, എസ്പെഷ്യലി ഫാമിലി. അപ്പോൾ ഈ സാധനമൊക്കെ കുറച്ചും കൂടി അടിപൊളിയാക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ എന്തോരം കാശ് വരാൻ പറ്റുന്ന സ്ഥലം. ഇപ്പോൾ പിള്ളേർക്ക് കളിക്കാൻ 2 ഊഞ്ഞാലും ഒരു കറങ്ങണ സാധനമുള്ളൂ എന്നല്ല ഞാൻ പറഞ്ഞു. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഒരു സ്ലൈഡുണ്ട്, ഇപ്പുറത്തൊരു ട്രാംപോളീൻ ഉണ്ട്. പക്ഷെ അത് വർക്ക് ചെയ്യുന്ന കണ്ടീഷനിലൊന്നുമല്ല, ചെരിച്ച് വെച്ചേക്കാണ്. ഇവിടെ മറ്റേ കറങ്ങുന്ന വേറൊരു സാധനം കൂടിയുണ്ട്. അങ്ങനെ നമ്മളിത് ആ ഒരു വാച്ച് ടവറിൻ്റെ താഴെ എത്തി. വലിയ പേരൊന്നുമില്ല, സ്റ്റിൽ ഒരു 3 നിലയുടെ മുകളിൽ. നമുക്ക് ഏതായാലും മുകളിലേക്ക് കയറി നോക്കാം. എന്തായാലും ഈ പ്രിമിസസൊക്കെ അവർ നല്ല വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ലത് കണ്ടാൽ നല്ലതും പറയണമല്ലോ. ഈ ഏരിയയൊക്കെ അവർ നല്ല വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട്. അത് അങ്ങനെ നമ്മൾ ഈ ഒരു വാച്ച് ടവറിൻ്റെ മുകളിലെത്തി. ഇവിടെ നിന്നൊരു വ്യൂ ചെയ്താണ് നമുക്ക് ആ ഒരു റിസർവോയർ ഏരിയ കാണാം. അവിടെ ചുറ്റും ദേ ആ മലനിരകൾ, നമ്മൾ അപ്പുറത്തുനിന്ന് കണ്ടതേ കാഴ്ച തന്നെ, പക്ഷെ ഇച്ചിരി കൂടി ഉയരത്തുനിന്ന് കാണാം, അത്ര ഉള്ളൂ. പിന്നെ അവിടുത്തെ ബോട്ടിങ്ങിൻ്റെ സെറ്റപ്പൊക്കെ കാണാനുണ്ട്, പക്ഷെ ബോട്ടിംഗ് ഒന്നും തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് ആക്ച്വലി ആ പരിപാടി കൂടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി അട്രാക്റ്റീവായ ഒരു സ്ഥലം. ഈ ഒരു വാച്ച് ടവർ മാത്രം പണിതിട്ടുണ്ട് മെച്ചാവില്ലല്ലോ. ബോട്ടിങ് ഓൾറെഡി ഉണ്ടായിരുന്നു അറിയില്ല, അവിടെ ഒരു ബോട്ട് കമ്മിഴ്ന്ന് കിടക്കാനുണ്ട്. അങ്ങനെ ആ ഒരു ബോട്ടിങ് പുനരാരംഭിച്ചാൽ നല്ലതായേനെ. ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു തോണിക്കടവ് എന്നുള്ള പേര് തന്നെ ചിലപ്പോൾ അതാവും കാരണം, മേ ബി. അപ്പോൾ അടിപൊളിയായേനെ. ആലോചിച്ച് നോക്കി, റിസർവോയർ കൂടെ നമ്മളിങ്ങനെ ബോട്ട് ഓടിച്ച് പോകാം ഫാമിലീസിനൊക്കെ. അപ്പം അപ്പുറത്ത് കരയാത്തുംപാറയിൽ വന്ന് ഒരു കുളിയൊക്കെ കുളിച്ച് അവിടെ പുൽമേളിലൊക്കെ ഇരുന്ന് ചില്ല് ചെയ്ത് ഇങ്ങോട്ട് വന്നൊരു ബോട്ടിങ്ങും കൂടി കഴിയുമ്പോൾ ഫുൾ അടിപൊളിയാവുമല്ലേ. അപ്പോൾ അതും കൂടി ഉണ്ടെങ്കിൽ നൈസായേനെ. അപ്പോൾ ഈ ഒരു വാച്ച് ടവറിൻ്റെ 360 ഡിഗ്രി വ്യൂ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഭാഗത്തേക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വന്ന വഴി അതാണ്, കരയാത്തുംപാറയിൽ നിന്ന് വന്ന ആ ഒരു വഴിയാവും അങ്ങനെ വരും. അപ്പോൾ നമ്മുടെ എൻട്രൻസ് വരുന്നത് ഇവിടെയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ടാണ് നമ്മൾ നടന്നു വന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി വന്ന് കരയാത്തുംപാറ ആ ഭാഗത്തായിട്ട് വരും. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു മലനിരകൾ കാണാം. ഇതിൻ്റെ അപ്പുറത്ത് എവിടേക്കോ വയനാടോ ഏതൊക്കെയാണ്. ഈ കാണുന്ന വലിയ മലയൊക്കെ ഏതാണെന്നറിയില്ല, കണ്ടുപിടിക്കുകയാണെങ്കിൽ ഞാൻ എഴുതി കാണിക്കാം. അല്ല അറിയാവുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ചുറ്റും കാണുന്ന ഈ മലകളൊക്കെ. ഈ ഒരു സൈഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു റിസർവോയറിൻ്റെ ഒരു ഭാഗവും താഴെ നമുക്ക് ഈ ഒരു ചെറിയ ചെറിയ ഹട്ടുകളുള്ള പരിപാടിയും പിന്നെ ഈ കളിക്കാനുള്ള സാധനങ്ങൾ അങ്ങനത്തെ പരിപാടികളൊക്കെ കാണാം. അപ്പോൾ അത്രയുള്ള ഈ ഒരു തോണിക്കടവിലെ വിശേഷങ്ങൾ. ഞാൻ പറഞ്ഞില്ലേ, ഇത് ഇനിയും ഇമ്പ്രൂവ് ചെയ്യാവുന്നൊരു സ്ഥലമാണ്. ഞാൻ മോശം പറയല്ല, എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങൾ പറയാണ്. ഇങ്ങോട്ട് വന്ന് സമയം കളയാൻ മാത്രമുള്ള ഒന്നുമില്ല. ഈ ഒരു വ്യൂ പോയിൻ്റ് അല്ലെങ്കിൽ ഒരു വാച്ച് ടവർ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇമ്പ്രൂവ് ചെയ്താൽ ഈ കരയാത്തുംപാറ വരുന്ന ഒരുപാട് ടൂറിസ്റ്റുകൾ ഇങ്ങോട്ടും വരും. സോ ഡെവലപ്മെൻറ്റിന് സ്കോപ്പുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഭാവിയിൽ ഈ ഒരു തോണിക്കടവ് ഇനിയും അടിപൊളിയാവുമെന്ന് വിചാരിക്കാം. ഇപ്പോൾ കണ്ടിടത്തോളം ഇനിയും ഒരുപാട് ഡെവലപ്മെൻറ്റിന് സ്കോപ്പുള്ള സ്ഥലമാണ്. അപ്പോൾ അത്രയുള്ള ഈ ഒരു വീഡിയോ. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ ലൊക്കേഷനും ഞാൻ മുന്നേ പോയിട്ടുള്ള സ്ഥലങ്ങളുടെ ലൊക്കേഷനൊക്കെ ഗൂഗിൾ മാപ്പ് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഒരു ദിവസം കൊണ്ട് പോയി വരാൻ പറ്റുന്നൊരു 3-4 സ്പോട്ടുകളാണ് നമ്മൾ പ്രാവശ്യം കവർ ചെയ്തത്. അപ്പോൾ
അപ്പോൾ നിങ്ങൾ കണ്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കമൻ്റായിട്ടോ അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചാൽ മതി. എൻ്റെ പേഴ്സണൽ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിൻ്റെയൊക്കെ ലിങ്കുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞാലേ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി അടിപൊളി വീഡിയോകളൊക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. ഇനി അടിപൊളി ഗോവൻ വീഡിയോസൊക്കെ വരാനുണ്ട്. അപ്പോൾ അതൊക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഒരു ബൈ പറഞ്ഞേ.